ഇരുമ്പ് ചീഞ്ചട്ടി നമ്മുടെ അടുക്കളയിൽ വേണോ, ഇനിയിപ്പം എന്തിനാണ് ഇങ്ങനെ എണ്ണ തടവിയിട്ട് ചൂടാക്കുന്നത്, ഇങ്ങനെയുള്ള പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പം ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ഇരുമ്പ് ചീഞ്ചട്ടി നമുക്ക് സീസൺ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. നമുക്കിപ്പം മാർക്കറ്റിൽ പ്രീ സീസൺഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടില്ലേ, ഓൺലൈനിലാണെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പം ഓൾമോസ്റ്റ് സീസണിങ് ഒക്കെ കഴിഞ്ഞതായിരിക്കും. അത് വലിയ പണിയൊന്നുമില്ല. ഇതേപോലെ ഒന്നങ്ങ് എണ്ണ തടവിയിട്ട് നന്നായിട്ട് ചൂടാക്കുക, വീണ്ടും ഓഫ് ചെയ്യുക, എണ്ണ തടവി ചൂടാക്കുക. അങ്ങനെ 2 തവണ ചെയ്താൽ തന്നെ നമുക്കത് കുക്ക് ചെയ്യാൻ പാകത്തിനങ്ങ് റെഡി ആയിക്കോളും കേട്ടോ. നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം വേണേ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടും സീസൺ ചെയ്യാത്ത ഒരു ഇരുമ്പ് ചീഞ്ചട്ടിയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി എങ്ങനെയാണ് സീസൺ ചെയ്യാമെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോരോ വീഡിയോയിലും ഓരോ രീതിയിലായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക അല്ലേ. ഇതിലിപ്പം വരുന്നത് നിങ്ങളുടെ അടുക്കളയിൽ എന്തൊക്കെ സാധനങ്ങളാണോ ഉള്ളത് അതിൽ എന്ത് വെച്ചിട്ടും നമുക്ക് എങ്ങനെ സീസൺ ചെയ്യാം. അതായത് എല്ലാം കൂടെ ചെയ്യേണ്ട, ഇതിലേതെങ്കിലും 1-2 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇത് ചീഞ്ചട്ടി മാത്രമല്ല, ഇരുമ്പിൻ്റെ ദോശക്കല്ലാണെങ്കിലോ തവയാണെങ്കിലോ എന്താണെങ്കിലും നമുക്ക് ഇതേ മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചാൽ കേട്ടോ. പ്രീ സീസൺഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം വലിയ പണിയൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ എണ്ണ പുരട്ടിയിട്ട് ചൂടാക്കിയാൽ മാത്രം മതി. പക്ഷേ ഒട്ടും സീസണിങ് ചെയ്യാത്ത ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഇത് വെച്ചിട്ട് കാണിച്ചു തരാം. കാരണം എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു പാത്രം ഇല്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട്, ഇപ്പോൾ ഏത് പാത്രമാണെങ്കിലും നമ്മുടെ അടുക്കളയിൽ കിട്ടുമ്പോൾ നന്നായിട്ട് നമുക്ക് തേച്ച് കഴുകണ്ടേ. അപ്പോൾ സോപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുക്കണ്ട കേട്ടോ, പച്ച സ്ക്രബ്ബർ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് തേച്ച് കഴുകിയാൽ മതി. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പൊടിയുപ്പ് എന്തായാലും അടുക്കളയിൽ ഉണ്ടാവുമല്ലോ. 1 ടേബിൾ സ്പൂൺ പൊടിയുപ്പും പിന്നെ നാരങ്ങ വലുപ്പത്തിൽ നമ്മുടെ പിഴിപുളി ഇല്ലേ, സാധാരണ പുളി, അതും കൂടെ ഇട്ടിട്ട് വീണ്ടും ഇത് തേച്ച് ഉരച്ച് കഴുകുക. അപ്പം ഇത് നന്നായിട്ട് വൃത്തിയാവാൻ നമുക്ക് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. ഓൾറെഡി നമ്മൾ സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകിയതാണ്. എന്നാൽ ഈ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൃപ്തിയോടെ ബാക്കി പണികൾ ചെയ്യാമല്ലോ. അതിൻ്റെ ഉൾവശം മാത്രമല്ല കേട്ടോ, ബാക്കിലുള്ള സൈഡും അതിൻ്റെ പിടിക്കുന്ന ഭാഗവും എന്തൊക്കെയാണോ നമുക്ക് അതിലുള്ളത് ആ എല്ലാ ഏരിയയും നന്നായിട്ട് തേച്ച് കഴുകണം. സോപ്പിട്ട് കഴുകുമ്പോഴും അങ്ങനെ തന്നെ കഴുകണേ. ഇപ്പം നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനിയിപ്പം കോട്ടൺ തുണി എടുത്തിട്ട് ഒന്നുകിൽ അങ്ങനെ തുടക്കാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് ഫ്ലെയിം കയറ്റിയാലും മതി. ഈ വെള്ളത്തിൻ്റെ അംശം അങ്ങ് മാറിക്കിട്ടണം. ഇതിപ്പോൾ നന്നായിട്ട് അകവും പുറമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. നല്ലെണ്ണ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം. ഇനി അതല്ല, വെളിച്ചെണ്ണയാണ് അടുക്കളയിലുള്ളതെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടും അടുത്ത ബാക്കി എല്ലാ സ്റ്റെപ്പും ചെയ്യാം. ഞാനിപ്പം ആദ്യം മാത്രം നല്ലെണ്ണ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് എല്ലാ ഭാഗത്തും അങ്ങ് തുടച്ചെടുക്കുക. അപ്പോൾ തന്നെ ആ ഒരു തിളക്കം നമുക്ക് മനസ്സിലാവും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രീ സീസൺഡ് ആണെന്ന്. നിങ്ങൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിലും ഇത്ര വരെ എന്തായാലും ചെയ്യണം. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ആദ്യത്തെ മെത്തേഡ് വാഴയില പ്രയോഗം. നമ്മുടെ വീട്ടിൽ വാഴയില കിട്ടുന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് സീസൺ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇല എടുക്കുക. അപ്പോൾ അതിൻ്റെ നടുഭാഗത്തെ തണ്ടില്ലേ എല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് കട്ട് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് വഴച്ചെടുക്കുക. അപ്പം വഴറ്റുമ്പോൾ നടുവിലത്തെ ഭാഗം മാത്രം ആക്കരുത്, ഈ ചീഞ്ചട്ടിയുടെ എല്ലാ ഭാഗത്തും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇളക്കണം. ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് പുക വരണം കേട്ടോ. പുക വരുന്നത് വരെ ഇങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ബ്രൗൺ കളറായിട്ട് കിട്ടുന്നത് വരെ ഈ പണി ചെയ്യണം. അപ്പോൾ വാഴയില എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിപ്പം മൂത്ത് വന്നിട്ടുണ്ട്. കുറേ ഭാഗമൊക്കെ പച്ച കളറുണ്ട്, എന്നാലും ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പം ചീഞ്ചട്ടി കഴുകൊന്നും വേണ്ട. ഇതിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1 അര മുറി നമ്മുടെ വലിയുള്ളി ഇല്ലേ, സവാള, അതിട്ടിട്ട്, അതിപ്പം പാത്രത്തിൻ്റെ വലിപ്പം പോലെ വലിയ പാത്രമൊക്കെ ആണെങ്കിൽ ഒരു സവാള മുഴുവനായിട്ട് എടുത്തോളൂ. എന്നിട്ട് അരിഞ്ഞിട്ടിട്ട് അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. സവാള വഴറ്റുമ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ തന്നെ വഴറ്റണേ. നല്ല ബ്രൗൺ കളർ മാക്സിമം എത്രത്തോളം മൂപ്പിക്കാൻ പറ്റുമോ അത്രയും മൂത്ത് കിട്ടണം. ഫ്ലെയിം ഈ പറഞ്ഞ മാതിരി മീഡിയം, നേരത്തെ ചെയ്തതുപോലെ തന്നെ മീഡിയത്തിലേക്ക് ഇടുക. എണ്ണ കുറച്ചും കൂടെ വേണമെങ്കിൽ ഒഴിച്ചോളൂ. അപ്പം ഈ ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാൽ ഏതാണ്ട് ഇത് മയങ്ങി കിട്ടും കേട്ടോ. ഇത് രണ്ടും മാത്രം ചെയ്താൽ തന്നെ അങ്ങ് സെറ്റായിക്കോളും. ഇനി മയങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഇത് റിപ്പീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനൊന്നും ആവശ്യം വരില്ല. അപ്പോൾ ഇത് സീസണിങ് കഴിഞ്ഞല്ലോ. ഇനിയിപ്പം നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ മുട്ട പൊട്ടിച്ചിട്ട് നമുക്കിതൊന്നങ്ങ് ചിക്കി പൊരിച്ചെടുക്കാം, സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അപ്പം ഏത് മെത്തേഡ് നിങ്ങൾ സ്വീകരിച്ചാലും ലാസ്റ്റ് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ സർഫേസ് നല്ല സ്മൂത്തായിട്ട് കിട്ടും. ചീഞ്ചട്ടിയിൽ നമ്മൾ എന്തിട്ടാലും അതിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമ്മളതങ്ങ് ഇളക്കി യോജിപ്പിക്കണം. ഇതിപ്പോൾ മുട്ടയാണെങ്കിലും ഈ അറ്റത്തെല്ലാം മുട്ട വരുന്ന രീതിയിൽ ഇളക്കണേ.
ഇനിയിപ്പം നമുക്കിത് ഇളക്കി മാറ്റിയിട്ട് അപ്പം വേണമെങ്കിൽ അപ്പം ചൂടാം, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കുന്നതോ എന്ത് വേണമെങ്കിലും നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. ഇനിയിപ്പം നമ്മുടെ വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പം ഒക്കെയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒത്തിരി നമ്മുടെ മുട്ടയുടെ അംശമില്ലേ, ഉണ്ണിയുടെ ഭാഗം മഞ്ഞക്കരു അത് ഇത്തിരി എടുത്തിട്ട് ഒന്നങ്ങ് നന്നായിട്ട്, അതായത് നമ്മുടെ ചെറിയ തുണി എടുത്തിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് അങ്ങ് പുരട്ടിയെടുക്കുക. എന്താ പറയേണ്ടത്, ഈ ചിക്കി പൊരിക്കുന്നത് ഓക്കെയാണ്, എന്നാലും അതിൻ്റെ മിക്സിൽ ഇത്തിരി എടുത്തിട്ട് നന്നായിട്ട് അമർത്തിയിട്ട് എല്ലാവരെയും എല്ലാ സ്ഥലത്തും തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ വെള്ളയപ്പോ അല്ലെങ്കിൽ പാലപ്പോ ഒക്കെ ചുട്ടു നോക്ക്, പെട്ടെന്ന് വിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഞാനിപ്പം അപ്പത്തിൻ്റെ മാവ് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടൊരു ബുൾസൈ ആക്കാമെന്ന് വിചാരിച്ചു. ബുൾസൈ ആദ്യം തന്നെ ചുടുമ്പോൾ അത് ഇരുമ്പിൻ്റെ ചീൻചട്ടിയിൽ ഒരു ബുൾസൈ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ നമുക്കത് തന്നെയാണല്ലോ വേണ്ടത്, അതിനാണല്ലോ നമ്മൾ ഈ പണിയെടുത്തത്. അപ്പോൾ ഈ ഒരു 2 മെത്തേഡ് ചെയ്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പം മെത്തേഡ് 2, അതായത് രണ്ടാമത്തെ ട്രിപ്പ്, അത് നമുക്കിപ്പം വാഴയില, ഇപ്പോൾ ഫ്ലാറ്റിലൊന്നും താമസിക്കുന്നവരാണെങ്കിൽ വാഴയില ഉണ്ടാവില്ല, അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. അടുത്ത ഒരു രീതി ഒന്ന് കാണിച്ചു തരാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് വാഴയിലേക്ക് പകരം, അല്ലെങ്കിൽ നമ്മൾ സവാള അരിഞ്ഞിട്ടിട്ട് മൂപ്പിക്കുന്നതിന് പകരം പകുതി മുറിച്ചിട്ട് ഇതേപോലെ ഒരു ഫോർക്ക് കുത്തിയിട്ട് എല്ലാ ഭാഗത്തും തേച്ച് ഉരച്ച് പിടിപ്പിക്കാം. ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റണം. പുക വരുന്നത് വരെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം എണ്ണ മാക്സിമം ആ ഒരു ഇരുമ്പ് ഇങ്ങനെ കുടിച്ച് വരും. ഡ്രൈ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ പിന്നെയും കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം ഇതാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു അരമുറിയോ തേങ്ങയില്ലേ, കാമുറിയോ എത്രയാണോ വേണ്ടത് ആ വലിപ്പത്തിനനുസരിച്ചിട്ട് തേങ്ങ ചിരവിയിട്ട് അതിട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കുക. തേങ്ങ വറുത്തെടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗണും കഴിഞ്ഞ് കരിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു എണ്ണ തെളിഞ്ഞ് വരില്ലേ, ആ ഒരു സ്റ്റേജിലെത്തുന്നത് വരെ ഇതിങ്ങനെ വറുത്തെടുക്കുക. അപ്പം ഇതും നല്ലൊരു മെത്തേഡാണ് ഈ ഒരു സീസൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 2 സ്റ്റെപ്പ് കഴിഞ്ഞാൽ തന്നെ ഇത് കഴിഞ്ഞു കേട്ടോ, അതായത് സീസണിങ് ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു മുട്ട എടുത്തിട്ട് സ്ക്രാമ്പിൾ ചെയ്യുക, നമ്മൾ ഉപയോഗിക്കുക. തേങ്ങ മൂപ്പിക്കുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ. കാരണം ഇത് നടുവിൽ മാത്രമായിട്ട് മാറരുത്, നമ്മുടെ എല്ലാ ഭാഗവും നമുക്ക് ആ ഒരു കറുത്ത നിറം സ്മൂത്തായിട്ട് കിട്ടണ്ടേ. ഈ ഒരു സ്റ്റെപ്പാണ് ചെയ്യുന്നതെങ്കിലും ലാസ്റ്റ് മുട്ട ചിക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ. ഇനിയിപ്പം മൂന്നാമത്തെ മെത്തേഡ് പറഞ്ഞുതരാം. ഇതിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു വലിയ ഉള്ളിയുടെ സവാളയുടെ പകുതി എടുത്തിട്ട് നന്നായിട്ട് ഉരച്ച് പിടിപ്പിക്കുക. അപ്പം ഇതിപ്പം ഈ സ്റ്റെപ്പിന് പകരം നിങ്ങൾ ഉള്ളി വഴറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. പുക വരണം കേട്ടോ, മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ പുക വരണം. ഇനിയിപ്പം നിങ്ങളുടെ ബേണർ ഒരു ചെറിയ ബേണറിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തോളൂ. ഇത് ചൂടായി എണ്ണ ഇങ്ങനെ അബ്സോർബ് ആയിട്ട് വരുമല്ലോ, ആ സമയത്ത് കുറച്ചും കൂടെ എണ്ണ നമ്മുടെ അതിൽ ഒഴിച്ചിട്ട് വീണ്ടും ഇതേപോലെ അങ്ങ് ചെയ്യുക. 2 തവണ അങ്ങ് ചെയ്താൽ മതി. അതിനുശേഷം ഇത്തിരി അരിപ്പൊടി ഉണ്ടാവില്ലേ, പുട്ടുപൊടിയോ പത്തിരിപ്പൊടിയോ എന്താണോ കയ്യിലുള്ളത് അതെടുത്താൽ മതി. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് വറുത്തെടുക്കുക. അരി വറുത്തെടുക്കുക, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കൂ. അത് 1ഉം 2ഉം മെത്തേഡ് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ, അതായത് അരിപ്പൊടി കയ്യിൽ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇത് ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ട് മൂക്കണം. നമ്മൾ ഉണ്ടയൊക്കെ ഉണ്ടാവില്ലേ, വറുത്ത ഉണ്ട, അതിൻ്റെ ഒരു അരി വറക്കുന്ന ഒരു പാകമൊക്കെ ഇല്ലേ, അതായത് ബ്രൗൺ കളർ ആകുന്നത് വരെ വറക്കുക. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജ് ആക്കുമ്പോഴേക്കും തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട്, കാരണം കുറേ തവണ നമ്മൾ ഒരുപാട് മെത്തേഡ് കഴിഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മൂപ്പിച്ചെടുത്തോളൂ കേട്ടോ. അരിപ്പൊടി എടുത്ത് നമ്മൾ ഇതുപോലെ വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം കഞ്ഞിവെള്ളം ഉണ്ടാവില്ലേ, കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് തിളപ്പിക്കുക. ഇനി കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ നമുക്ക് അരി വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് തിളപ്പിച്ചാലും മതി. ഇത് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിക്കുമ്പോഴും അതിൻ്റെ അറ്റം വരെ തിളച്ച് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടങ്ങ് ആക്കിയാലും മതി. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് ഒരു 5 മിനിറ്റ് അങ്ങനെ അങ്ങ് തിളച്ച് നിന്നതിന് ശേഷം നമ്മളിത് ഓഫ് ചെയ്തിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ നല്ലോണം തണിയുന്നത് വരെ റെസ്റ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ രാത്രിയാണ് ചെയ്യുന്നതെങ്കിൽ രാവിലെ എടുത്തിട്ട് ഇത് കഴുകിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അരിപ്പൊടിയോ കഞ്ഞിവെള്ളമോ എടുത്തിട്ട് നമ്മൾ കുറുക്കുകയാണെങ്കിൽ കുട്ടികളുടെ കുറുക്ക് പോലെ ആവുന്ന രീതിയിൽ ആക്കിയെടുക്കണേ. അതുവരെ ഇതിങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് മാത്രമാണ് ഓഫ് ചെയ്തിട്ട് വെക്കാവൂ. അപ്പോൾ കഞ്ഞിയുടെ വെള്ളമൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ നല്ല അപ്പം പോലെ ഉണ്ടാവും. ഞാനിപ്പം അരിപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ തേച്ച് കഴുകിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പം ഞാനൊരു 3 മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിലും 2 പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതേ ഓർഡർ തന്നെ വേണമെന്നില്ല. ഇപ്പം നിങ്ങൾ ഉള്ളി കൊണ്ട് തടവിയതിന് ശേഷം അരിപ്പൊടി വറുത്താൽ ഓക്കെ.
ഇനിയിപ്പോൾ വാഴയില ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ച് തേങ്ങ ചിരകിയിട്ട് മൂപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ വാഴയില കൊണ്ട് നമ്മൾ അത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതുപോലെ കഞ്ഞിവെള്ളം ചെയ്യുവാണെങ്കിൽ ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് ചെയ്യാം. എന്താണെങ്കിലും നമ്മളെ വീട്ടിലുള്ള ഏത് സാധനം ഈ പറഞ്ഞ എന്ത് ഉപയോഗിച്ചിട്ടും നമുക്ക് സീസൺ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതൊന്നും അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലാണ് നിങ്ങൾ സീസൺ ചെയ്യുന്നതെങ്കിൽ അതെന്താണെങ്കിലും എനിക്ക് പറഞ്ഞു തരണേ. ഇനിയൊരു ഇരുമ്പ് ഏതെങ്കിലും ചീൻചട്ടിയോ അല്ലെങ്കിൽ ദോശക്കല്ലോ വാങ്ങുമ്പോൾ അതേ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇരുമ്പ് പാത്രങ്ങളുടെ കാര്യം അറിയാലോ, ലൈഫ് ലോങ് ആയിരിക്കും. ഇത്തിരി വില കൊടുത്തു കഴിഞ്ഞാലും അത് നമ്മുടെ ആയുസ്സുള്ളിടത്തോളം കാലം ഇതും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും, അത് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഡെയിലി അല്ല, എന്നും അത് യൂസ് ചെയ്യണം. അതായത് നമ്മളൊരു മൂലയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്ലാവ് പിടിക്കും. പിന്നെ തുരുമ്പ് പിടിക്കാതെ സൂക്ഷിക്കാനുള്ള അറിയാലോ, വേറൊന്നുമില്ല. ഒന്ന് നന്നായിട്ട് തേച്ച് കഴുകുക. അപ്പോൾ കഴുകിയതിന് ശേഷം ഒന്നുകിൽ തുണി കൊണ്ട് തുടച്ചെടുക്കുകയോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കുകയോ, അതും അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ച് ചൂടാക്കുകയോ ചെയ്യാം. എന്നിട്ട് ഏതെങ്കിലും എണ്ണ, നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒരു തിന്നായിട്ട് കോട്ടിങ്ങായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്ത തവണ എടുക്കുമ്പോഴത്തേക്ക് തുരുമ്പൊന്നും പിടിക്കില്ല കേട്ടോ. എല്ലാവർക്കും അത് അറിയുന്നതായിരിക്കും, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഇത് എണ്ണയൊക്കെ തടവി താഴെ ഷെൽഫിൽ വെക്കുന്ന സമയത്താണ് ഹസ്ബൻഡ് ചിക്കനും കൊണ്ടുവന്നിരുന്നത്. പിന്നെ ഈ ചിക്കൻ ഇതിലങ്ങ് വറക്കാമെന്ന് വിചാരിച്ച്. ഇതുപോലെ ചീൻചട്ടി കിട്ടുമ്പോൾ ചിക്കൻ വറക്കാനോ പൂരിയോ അല്ലെങ്കിൽ പപ്പടം കാച്ചാനോ ഒക്കെ ആദ്യം തന്നെ അങ്ങ് എടുത്തോ. എത്രത്തോളം എണ്ണ കുടിക്കുന്നോ അത്രയും നല്ലതായി ഈ ഇരുമ്പ് ചീൻചട്ടികൾക്ക്. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോലെ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതും കൂടെ പറയണേ. നിങ്ങൾ സീസൺ ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി അറിയിക്കണേ, മറന്നുപോലെ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക്